സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പിയാനോയ്ക്കകത്ത് KGF പാട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് 3 സ്റ്റെപ്സ് വേണം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ എഴുതി കാണിച്ചു തരാം, പിന്നെ പിയാനോയ്ക്കകത്ത് വായിച്ച് കാണിച്ചു തരാം, പിന്നെ പഠിപ്പിച്ചു തരാം. ഞാൻ എഴുതി കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇങ്ങനെയല്ല ട്യൂൺ ആദ്യം നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും ആൽഫബറ്റ്സും അതിൻ്റെ ഷാഫ്റ്റും എല്ലാം അറിയാലോ. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ബ്ലാക്ക് കീസാണ് ഈ ആൽഫബറ്റ്സിൻ്റെ ഷാഫ്റ്റ്, പിന്നെ വൈറ്റ് കീസാണ് സാധാ. ഇങ്ങനെ തുടങ്ങുന്നത് എപ്പോഴും 3 കീസിൻ്റെ മിഡിൽ കീയുടെ റൈറ്റിലായിരിക്കും. ജി വരെ ഉള്ളൂ. അപ്പത്തേന് ഈ ജിയുടെ ഷാഫ്റ്റിന്റെ മുൻവശത്താണ് എ. അപ്പോ നമുക്ക് ആദ്യം തന്നെ ജി ഞെക്കണം. ഇങ്ങനല്ല, ആദ്യം നമുക്ക് ജി ഞെക്കണം. ജി നിങ്ങളുടെ ബുക്കിൽ ജി എന്ന് എഴുതിക്കോ. ജി അത് കഴിഞ്ഞ് മണ്ടയ്ക്കാണ് നിങ്ങൾ ഷാഫ്റ്റിന്റെ ഇത് ആൽഫബറ്റ്സ് എഴുതാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെയല്ലേ. അപ്പൊ ജി കഴിഞ്ഞിട്ട് ഷാഫ്റ്റ് എന്ന് എഴുതാൻ ഇങ്ങനെ എക്സ് വരയ്ക്കത്തില്ലേ, അതുപോലെ ആൽഫബറ്റിന് അങ്ങോട്ട് മണ്ടയ്ക്ക് എഴുതി ആൽഫബറ്റ് വരച്ചിട്ട് ചെയ്യണം. ജി എഴുതി, പിന്നെ എ ഷാഫ്റ്റ് എഴുതി. അത് കഴിഞ്ഞ് നമുക്ക് എഴുതേണ്ടിയ സി ഇത് ഇങ്ങനെയല്ലേ. അതിന് ജി എ ഷാഫ്റ്റ് സി കഴിഞ്ഞിട്ടും എ ഷാഫ്റ്റ്, അത് കഴിഞ്ഞിട്ട് സി. നമുക്ക് സി എഴുതാം. സി എഴുതിയിട്ട് പിന്നെ എ ഷാഫ്റ്റ്, പിന്നെ സി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് വേണം കിട്ടോ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അങ്ങനെ. അത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് 3 സി. എഴുതണം. അത് കഴിഞ്ഞിട്ട് സി ഷാഫ്റ്റ് എഴുതല്ലോ. എന്നിട്ട് ഇനി സി ഷാഫ്റ്റ് എന്നിട്ട് കാണിച്ചു തരാം. ആദ്യം ജി എ ഷാഫ്റ്റ് സി എ ഷാഫ്റ്റ് സി. അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് സി. ഇവിടെ 4 സീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സി ഷാഫ്റ്റ് കഴിഞ്ഞിട്ട് സി ഒരു സി. അത് കഴിഞ്ഞിട്ട് എ ഷാഫ്റ്റ്. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് വേണമെങ്കിൽ ഇടാം, ഇടുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പ്രാവശ്യം കൂടി അത് തന്നെ എഴുതണം. ഞാൻ പറയാം. സി മണ്ടയ്ക്കായിട്ട് സി ഷാഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് താരെ സി, പിന്നെ എ ഷാഫ്റ്റ്. അത് ഒന്നുകൂടെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. സി. പക്ഷെ ഇവിടെ 4 സീസ് വരത്തില്ല. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. അതാ സ്റ്റാർട്ടിങ്ങിലെ ആ ഭാഗത്തില്ല. പിന്നെ ബാക്കി അത് കഴിഞ്ഞിട്ട് സി ഷാഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് സി എ ഷാഫ്റ്റ്. ലാസ്റ്റിലത്തെ ഇച്ചിരി കൂടി ഉള്ളൂ ബാക്കി. ഇനിയും കണ്ടോ,
ഇങ്ങനെയാണ്. ജി എ ഷാഫ്റ്റ് സി എ ഷാഫ്റ്റ് സി, അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ്. സി 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 ഷാഫ്റ്റ് സി എ ഷാഫ്റ്റ് സി 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 ഷാഫ്റ്റ് സി എ ഷാഫ്റ്റ് സി 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 ഷാഫ്റ്റ് സി എ ഷാഫ്റ്റ്. അപ്പോൾ അത്രയായി. ഞാൻ വായിച്ചേ അത്രയും. ഷാഫ്റ്റ് വെക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കൈ ഇങ്ങനെയായിരിക്കണം ഇരിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ അത്രയും ഒന്ന് കേൾപ്പിച്ചു തരാം. ലാസ്റ്റത്തെ അതല്ലേ ഇത്. അതിപ്പോ ഞാൻ അറിയാം ചെയ്താ. പിന്നെ ഇനിയും ഞാനിപ്പോ ചെയ്തു. അത് ഇനിയും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാ ആദ്യം സി ഒരു പ്രാവശ്യം സി ഇട്ടിട്ട് പിന്നെ സി ഷാഫ്റ്റ് പിന്നെ ഡി ഷാഫ്റ്റ് പിന്നെ ഇ. നമുക്ക് ഇവിടെ എഴുതാം സി 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 ഷാഫ്റ്റ് സി സി ഷാഫ്റ്റ് പിന്നെ ഡി ഷാഫ്റ്റ് പിന്നെ ഇ. അത് കഴിഞ്ഞ് തിരിച്ചിട്ടൂടെ ഉണ്ട്. പിന്നെ ഈ ഒന്നുകൂടെ നിൽക്കണ്ട, ഇങ്ങനല്ലേ. അതിന് ഈ ഒന്നുകൂടെ നിൽക്കണ്ട, ലാസ്റ്റിലത്തെ ഈ മാത്രം മതി. അങ്ങനെ അതല്ലേ കറക്റ്റ്. അതല്ല, ഒന്നുകൂടെ ഈ വേണ്ട. അത് കഴിഞ്ഞിട്ട് ഡി ഷാഫ്റ്റ് എഴുതി. ഡി ഷാഫ്റ്റ് അത് കഴിഞ്ഞിട്ട് സി ഷാഫ്റ്റ് പിന്നെ സി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ മതി. ഞാനൊരു ജസ്റ്റ് ഇച്ചിരി സ്റ്റൈൽ ആക്കാനായിട്ട് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഇടവിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ജസ്റ്റ് സി വെക്കുന്നേ ഉള്ളൂ. അത് ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ അല്ല പാട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് സി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നമ്മുടെ ട്യൂണിങ് കഴിഞ്ഞു. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. ഓക്കെ, നമ്മുടെ ട്യൂണിങ് എഴുതി കഴിഞ്ഞു. ഓക്കെ, ജി എ ഷാഫ്റ്റ് സി എ ഷാഫ്റ്റ് സി ഫുൾ സ്റ്റോപ്പ്. ഫസ്റ്റ് ഇതാണ് ഫുൾ സ്റ്റോപ്പിൻ്റെ അവിടെ വരും. അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പിൻ്റെ ഇവിടെ സി 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 ഷാഫ്റ്റ് സി എ ഷാഫ്റ്റ് സി 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 ഷാഫ്റ്റ് സി എ ഷാഫ്റ്റ് സി 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 ഷാഫ്റ്റ് സി എ ഷാഫ്റ്റ്. അതാണ് അവിടെ. ഇത് അത് ഇനി ലാസ്റ്റ് ഈ താഴെ എഴുതിയേക്കുന്നതാണ്. ആദ്യം സി സി ഷാഫ്റ്റ് ഡി 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 ഷാഫ്റ്റ് ഇ, അത് കഴിഞ്ഞ് ഡി ഷാഫ്റ്റ് സി ഷാഫ്റ്റ് സി. ഇനി അത് മൊത്തം ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് പഠിപ്പിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ. നിങ്ങൾ തുടക്കത്തിൽ കേട്ട് കാണും, അല്ല ഒന്ന് കേൾപ്പിച്ചു തരാം. ഇങ്ങനെയാണ്. ഒന്ന് തെറ്റി. ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ ചേർക്കാം. നിങ്ങൾക്ക് ലാസ്റ്റ് അത് വേണേ ഒന്നുകൂടി ചേർക്കാം, ഇച്ചിരി കൂടെ ലോങ് ആക്കാനായിട്ട്. ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. നമ്മളിങ്ങനെ ആദ്യം ഇത് വെച്ചിട്ട്
ഇതിവിടെ 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 ബാക്കി അവിടെ. എൻ്റെ ഇതാദ്യം വെക്കാം. ഓക്കെ, ഇനി ഞാൻ അത് ശരിക്കും കാണിച്ചു തരാം. ജി എ ഷാഫ്റ്റ്, സി എ ഷാഫ്റ്റ്, സി. ഇനി അത് ഞാൻ ഒരുമിച്ച് വായിച്ചു തരാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനിയും ആ ഒരു ഫുൾ സ്റ്റോപ്പിൻ്റെ അവിടെ വരെ. പിന്നെ അടുത്ത് 1 2 3 സി സി സി, സി ഷാഫ്റ്റ്, സി എ ഷാഫ്റ്റ്. ഇനി ഞാൻ ഒരുമിച്ച് പെട്ടെന്ന് വായിച്ചു തരാം. ഇനിയും നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം കൂടിയും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സി, സി ഷാഫ്റ്റ്, ഡി ഷാഫ്റ്റ്, ഇ, പിന്നെ ഡി ഷാഫ്റ്റ്, സി ഷാഫ്റ്റ്, ഇ അല്ല ഇ അല്ല സി. പിന്നെ ലാസ്റ്റിലത്തെ ഇങ്ങനെ ലാസ്റ്റിലത്തെ ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു കൈയും കൊണ്ട് ഇത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ കൈയും കൊണ്ട് ഈ 2 ഇല്ലേ, 2യുടെ ഇവിടെ ആയിട്ടാണ് സി, എന്നിട്ട് ഈ സിയുടെ ഇവിടെ ആയിട്ട് 1 1 1 1 2 1 1 അങ്ങനെ ആയിട്ട് ചേർക്കാം. നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് പറ്റുവാണ്. 1 1 1 1 2 1 1 1 1 2 1 1 1 1 2 1 1 1 2 അത് വേണേൽ ചേർക്കാം. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യണ്ട. നിങ്ങളെ ബ്രദേഴ്സിനോടോ സിസ്റ്റേഴ്സിനോടോ ആരെങ്കിലോടും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറയണം. ആദ്യം നിങ്ങളിവിടെ നിന്ന് മറ്റേ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ 4 ടൈംസ് ഈ വൈറ്റ് കീ ലാസ്റ്റിലത്തെ 1 അത് ചെയ്യണം. എന്നിട്ട് ഒന്നുകൂടെ ഓക്കെ, അത് ചെയ്യണം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മതി. ഓക്കെ, ഇങ്ങനെ ഒന്നുകൂടെ 4 ടൈം. ഇതിൽ രണ്ടാമത്തെ പ്രാവശ്യം ഈ നിൽക്കാൻ വരുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഇത് വരണം. ഞാൻ കാണിച്ചു തരാം. കേട്ടോ, അതിൻ്റെ രസം കണ്ടോ? ആ രസം വേണമെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം. നിങ്ങളത് ചെയ്യണം. 1 1 1 1 2 1 1 1 1 2 1 1 1 1 2 1 1 1 1 2. ആ നിങ്ങൾ നിങ്ങളുടെ ബ്രദേഴ്സിനോടോ സിസ്റ്റേഴ്സിനോടോ പറയണം. ഈ വൈറ്റ് കീ 4 പ്രാവശ്യം, എല്ലാ പ്രാവശ്യം 4 പ്രാവശ്യം ഈ വൈറ്റ് കീ ഇവിടെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് കീ നിൽക്കണം. എൻ്റെ മണ്ടയ്ക്കുള്ള സി ഷാഫ്റ്റ്, അതായത് സി 4 പ്രാവശ്യം നിൽക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് സി ഷാഫ്റ്റ്, പിന്നെ 4 ടൈംസ് സി അതുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരോടോ ആരോടെങ്കിലും പറഞ്ഞിട്ട് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ആരോടെങ്കിലും പറഞ്ഞിട്ട്
നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്താൽ മതി. ഈ കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ് ഇത്. ഓക്കെ, അതുവരേക്കും ബൈ.